ക്വാണ്ടൻ പൂച്ചയെ കണ്ടവരുണ്ടോ? വി ടോക്കിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം പറയാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മൾ സയൻസ് പഠിക്കുന്ന കാലത്ത് ധാരാളം കേട്ടിട്ടുള്ള ഒരു വിഷയമായിരിക്കും ക്വാണ്ടം സയൻസ്, ക്വാണ്ടം ടെക്നോളജി, ക്വാണ്ടം ഭൗതികം എന്നൊക്കെ പറയുന്നത്. നമ്മുടെ പൊതുബോധത്തിൽ പൊതുവെ നമ്മൾ കരുതുന്ന ഒരു കാര്യം, ഈ ഒരു വിഷയം സയന്റിസ്റ്റിന്റെ ലാബുകളിൽ മാത്രം പ്രവർത്തിക്കുന്ന എന്തോ ഒരു വിഷയമായിട്ടാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിരിക്കുകയാണ്. അതെ, കേരളത്തിൽ കഴിഞ്ഞ 2-3 മാസക്കാലമായി ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്, ക്വാണ്ടം സെഞ്ച്വറി എക്സിബിഷൻ. ഈ എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ലൂക്ക സയൻസ് പോർട്ടലും കുസാറ്റും ചേർന്നിട്ടാണ്. അത് പ്രായഭേദമന്യേ ചെറിയ കുട്ടികളടക്കം അല്ലെങ്കിൽ മുതിർന്നവരടക്കം എല്ലാവർക്കും ഒരുപോലെ കാണാനും പഠിക്കാനും എല്ലാം മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിലാണ് ഈ എക്സിബിഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കുറേ സയൻറ്റിഫിക് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി, മാഗ്നറ്റിസം, പിന്നെ അറ്റോമിക് മോഡൽസ്. എനിക്ക് എല്ലാ മോഡൽസും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എസ്പെഷ്യലി ആ ക്വാണ്ടം ഡോട്ട്സിൻ്റെ ഭയങ്കര ഇഷ്ടമായി. മെമ്മറബിൾ എക്സ്പീരിയൻസ്. വേണ്ടിയിട്ട് ഇലക്ട്രോൺസ് എന്താണ് പ്ലമ്മിലെ റേസിൻസ് പോലെ ഇങ്ങനെ എംബഡ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ക്വാണ്ടം സയൻസിന്റെ ബിഗിനിങ് ആണ് ഈ സെക്ഷനിൽ ആരംഭിക്കുന്നത്. അതായത് മാപ്പിംഗ് ആണ്. അതായത് നമ്മൾ സാധാരണ സ്കൂളിൽ ചെയ്യുന്ന പോലെ തന്നെ ഒരു പ്രൊജക്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്ക്രീനിലേക്ക് വീഡിയോസും ഇതൊക്കെ പ്ലേ ചെയ്യില്ല. നമ്മുടെ ബ്രെയിനെ ട്രിക്ക് ചെയ്യിപ്പിക്കുന്ന ടെക്നോളജിയാണ് വിർച്വൽ റിയാലിറ്റി ടെക്നോളജി. പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്യിപ്പിച്ച് ഇടിപ്പിച്ച് അതുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ പഠിക്കുകയാണ്. ആക്ച്വലി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബയോളജിക്കൽ വേൾഡിൽ നമ്മുടെ ക്വാണ്ടം ഫിസിക്സിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ്. സിംഗിൾ ലെയർ ആയിട്ടുള്ള ഈ ഗ്രാഫീനെ ഐസൊലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പല സയന്റിസ്റ്റുമാർ ശ്രമിച്ചെങ്കിലും അത് വിജയകരമായിരുന്നില്ല. ഇതിലും ഭംഗിയായിട്ട് ഞാൻ കാണിച്ചു തരാം. ആ ബുക്കിൽ നമുക്ക് ആവശ്യം വേണ്ട ഒരു ബുക്ക് സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കും. നോർമൽ കമ്പ്യൂട്ടർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഓരോ ബുക്ക് എടുത്തിട്ട് നമുക്കുള്ള ആവശ്യമുള്ള ബുക്കാണോ എന്ന് നോക്കും. പക്ഷേ ക്വാണ്ടം കമ്പ്യൂട്ടറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ 1000 ബുക്കും ഒരുമിച്ച് സെർച്ച് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ബുക്കിന്, അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടേഷൻ ടൈം വളരെ കുറവായിരിക്കും. കഴിഞ്ഞ വർഷം 2025 UN ക്വാണ്ടം സെഞ്ച്വറി ഇയർ ആയിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും ലൂക്ക സയൻസ് പോർട്ടലും കൂടി ഒരു എക്സിബിഷന് പ്ലാൻ ചെയ്യുകയും അങ്ങനെ ക്വാണ്ടം സെഞ്ച്വറി ആഘോഷിക്കാൻ പ്ലാൻ ചെയ്യുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഇപ്പോൾ ക്വാണ്ടം സെഞ്ച്വറി എക്സിബിഷൻ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വിദ്യാർത്ഥികളും സ്കൂളുകളും ഒക്കെ ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് സയൻസ് എക്സ്പ്ലെയിനേഴ്സും ഇതിൽ വന്നു കഴിഞ്ഞു. ഇതൊരു പ്രഖ്യാപനമല്ല, നേരെ മറിച്ച് ഒരു സ്വപ്നം കൂടിയാണ്. ദ ഫ്യൂച്ചർ ഈസ് ക്വാണ്ടം ആൻഡ് ഇറ്റ് ബിഗിൻസ് വിത്ത് ക്യൂരിയോസിറ്റി. കേരളത്തിൽ ശാസ്ത്രം അലയടിക്കുകയും ശാസ്ത്രോത്സവങ്ങളും ശാസ്ത്ര എക്സിബിഷനുകളും നടക്കുന്നു എന്നുള്ളത് എന്തൊരു അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതെ, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സെന്റർ ഫോർ സയൻസ് ആൻഡ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ മറ്റു സ്ഥാപനങ്ങളുടെയും അക്കാദമിക് സഹായത്തോടെയാണ് ഈ വലിയ പ്രദർശനം തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് കാണാൻ എത്തുന്നവർക്ക് സാങ്കേതിക വിദ്യകൾ നേരിട്ട് അറിയുന്നതിനും വിർച്വൽ റിയാലിറ്റി ഉൾപ്പെടെയുള്ള വിവിധ രീതികളിലൂടെ ക്വാണ്ടം സയൻസിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയും വിധത്തിലാണ് ഈ പ്രദർശനം തയ്യാറാക്കിയിരിക്കുന്നത്. കേരളം മൊത്തം ചുറ്റി ചുറ്റി തിരുവനന്തപുരത്തെത്തി. ക്വാണ്ടം പൂച്ച അങ്ങനെ കേരളം മുഴുവനും കറങ്ങി അവസാനം ക്വാണ്ടം പൂച്ച, അതായത് നമ്മുടെ ഈ ക്വാണ്ടം എക്സിബിഷൻ തിരുവനന്തപുരത്ത് എത്തുകയാണ്. ഫെബ്രുവരി 19 മുതൽ 24 വരെ തിരുവനന്തപുരത്ത് ഈ എക്സിബിഷൻ നടക്കും. അവിടെയുള്ള സ്കൂളുകളും വിദ്യാർത്ഥികളും മുതിർന്നവരും എല്ലാവരും ഒരുപോലെ ഈ എക്സിബിഷനിൽ പോയി പങ്കെടുക്കുകയും ക്വാണ്ടം എക്സിബിഷൻ എന്താണെന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യണം. ഫെബ്രുവരി 19 മുതൽ 24 വരെ തിരുവനന്തപുരം വിമൻസ് കോളേജിൽ ക്വാണ്ടം സെഞ്ച്വറി എക്സിബിഷൻ നടക്കുന്നതാണ്. വന്നു കാണൂ കാണാനേരെയുണ്ട് നിൽക്കാനേരുണ്ട് കാണാനേരെയുണ്ട് വന്നു കാണൂ
കണ്ടന